ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഉത്ഥാനത്തിൻ്റെ വലിയ സന്തോഷം നമ്മുടെ ഹൃദയങ്ങളെ അലയടിച്ചതിൻ്റെ 5-ാമത്തെ ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ തിരുസഭ മാതാവ് നമുക്ക് വചനവിചിന്തനത്തിനായി നൽകിയിരിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. ഈശോ തൻ്റെ പ്രേക്ഷിത ദൗത്യം മുന്നോടിയായി താൻ പോകാനിരിക്കുന്ന ഇടങ്ങളിലേക്ക് 72 പേരെ അയക്കുന്ന രംഗമാണ് നാം ഇന്ന് കണ്ടുമുട്ടുക. ക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ വന്ന യോഹന്നാനെ പോലെ തൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് വഴിയൊരുക്കുവാനായി ഈശോ 72 പേരെ തിരഞ്ഞെടുക്കുന്നു. വിളവിൻ്റെ ആധിക്യവും വേലക്കാരുടെ കുറവും പ്രേക്ഷിത പ്രവർത്തനങ്ങളെ യാത്രകളിൽ കൂടെ കൂട്ടേണ്ടതും ചേർത്ത് പിടിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും നിർദ്ദേശങ്ങളാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്നത്. ഇന്നത്തെ എല്ലാ വായനകളിലും നാം കണ്ടെത്തുന്നത് ദൈവഹിതത്താൽ അയക്കപ്പെടുന്നവരെ കുറിച്ചാണ്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് മോശയ്ക്ക് സഹായകനായി എത്തുന്ന അഹ്റോനെ, തോബിത്തിന്റെ പുസ്തകത്തിൽ തോബിയാസിന്റെ സഹയാത്രികനായി എത്തുന്ന ദൈവദൂതനായ റഫായേലിനെയുമാണ് പഴയ നിയമ വായനകളിൽ നാം കണ്ടുമുട്ടുന്നത്. നടപടി പുസ്തകത്തിൻ്റെ ഇന്നത്തെ വായനയിലൂടെ നാം കണ്ണോടിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് പ്രേക്ഷിത ദൗത്യത്തിനായി സെലൂക്യയിലേക്ക് കപ്പൽ കയറുന്ന ബർന്നബാസിനെയും പൗലോസിനെയുമാണ്. ഇവരെല്ലാം ഇവരുടെ ജീവിതം ദൈവനിയോഗങ്ങൾക്കായി ബലി കഴിച്ചവരാണ്. ലൂക്കാ സുവിശേഷം മാത്രം കാണുന്ന ഈശോ തൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് മുന്നോടിയായി അയക്കുന്ന 72 ശിഷ്യന്മാരുടെ ഈ വിവരണം, ഈശോ തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാർ മാത്രമല്ല, ഓരോ ശിഷ്യനും ശിഷ്യയും ക്രൈസ്തവരെല്ലാവരും അയക്കപ്പെട്ടവരാണ്, മിഷണറിമാരാണ് എന്ന സന്ദേശമാണ് ലൂക്കാ സുവിശേഷകൻ ഇന്ന് നമുക്ക് നൽകുന്നത്. ക്രിസ്തുവിൻ്റെ സന്ദേശം ഹൃദയങ്ങളിൽ സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ സമാധാനം അനേകർക്ക് നൽകുവാൻ അയക്കപ്പെട്ടവരാണ് നാം എല്ലാവരും. അയക്കപ്പെടുന്നത് ക്രിസ്തു നൽകുന്ന നിർദ്ദേശം ഇപ്രകാരമാണ്: ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകൾ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. വിപരീതമായ ഒരു സാഹചര്യത്തിലേക്കാണല്ലോ ക്രിസ്തു ഇവരെ അയക്കുന്നതെന്ന് നാം ചിന്തിച്ചേക്കാം. എന്നാൽ നാം കാണാതെ പോകുന്ന ക്രിസ്തുവിൻ്റെ മനസ്സാണ്. ചെന്നായി കുഞ്ഞാടും ഒന്നിച്ചു വാഴുന്ന ഒരു സുന്ദര ലോകമാണ് ക്രിസ്തു ആഗ്രഹിക്കുന്നത്. അയക്കപ്പെടുവാൻ ഈശോ നൽകുന്ന മറ്റു നിർദ്ദേശങ്ങൾ ഇപ്രകാരമാണ്: മടിശീലയോ സഞ്ചിയോ പണമോ കൊണ്ടുപോകരുത്. വഴിയിൽ വെച്ച് ആരെയും അഭിവാദനം ചെയ്യരുത്. എന്തുകൊണ്ടാണ് വഴിയിൽ വെച്ച് ആരെയും അഭിവാദനം ചെയ്യരുതെന്ന് ഈശോ പറയുന്നത്? വിശുദ്ധ അംബ്രോസ് ഇപ്രകാരം പറയുന്നു: അവരുടെ ശ്രദ്ധ മുഴുവൻ അവരേറ്റെടുത്തിരിക്കുന്ന പ്രേക്ഷിത ദൗത്യത്തിലായിരിക്കണമെന്ന് ബോധ്യം നൽകാൻ വേണ്ടിയാണ്. മനം മയക്കുന്ന വഴിയോരോ കാഴ്ചകളിലൂടെ കണ്ണുടക്കി സൗഹൃദ വലയങ്ങളിൽ അകപ്പെട്ടും താൻ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ദൗത്യത്തിൽ നിന്ന് അവർ വ്യതിചലിക്കരുതെന്ന് ഈശോയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു. മടിശീലയോ സഞ്ചിയോ പണമോ ചെരുപ്പോ കണതരുതെന്ന് ഈശോ നിർദ്ദേശിക്കുമ്പോൾ ക്രിസ്തു നൽകുന്ന സന്ദേശം ഇപ്രകാരമാണ്: ക്രൈസ്തവ ജീവിതവും മിഷണറി പ്രവർത്തനങ്ങളും ക്രിസ്തുവിൽ കേന്ദ്രീകരിച്ചതായിരിക്കണം എന്നുള്ളതാണ്. മടിശീലയോ സഞ്ചികളും ചെരുപ്പങ്ങളും യാത്രക്കാരുടെയെല്ലാം പ്രധാന മാനദണ്ഡങ്ങളായി മാറുന്ന ഈ കാലഘട്ടത്തിൽ ഇവയെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പ്രേക്ഷിത ദൗത്യത്തിനായി ഇറങ്ങിത്തിരിക്കണമെന്നുള്ള നിർദ്ദേശം ഈശോ നമുക്ക് നൽകുമ്പോൾ, ഈ പ്രേക്ഷിത ദൗത്യത്തിനായി ഇറങ്ങിത്തിരിക്കുന്ന ശിഷ്യഗണം ഒരു വലിയ വെല്ലുവിളി നമ്മുടെ മുൻപിൽ ഉയർത്തുന്നുണ്ട്. എൻ്റെയും നിന്റെയും ജീവിതയാത്രയിൽ ക്രിസ്തു എന്ന സമ്പാദ്യത്തെ നീ ചേർത്ത് പിടിക്കണം. മടിശീലകളും സഞ്ചികളും ചെരുപ്പുകളുമെല്ലാം ഉപേക്ഷിച്ച് ക്രിസ്തുവിൻ്റെ പ്രേക്ഷിത ദൗത്യത്തിനായി ഇറങ്ങിത്തിരിക്കുന്ന ശിഷ്യഗണത്തിലൂടെയാണ് തിരുസഭ രൂപം കൊള്ളുന്നത്. പീഡനങ്ങളും കാലവഴിയിലൂടെ സഞ്ചരിച്ചപ്പോഴും ക്രിസ്തുവിലുള്ള വിശ്വാസം സ്നേഹവും ത്യജിക്കുന്നില്ല. ആ ക്രിസ്തുവിലുള്ള സ്നേഹത്തിലാണ് തിരുസഭ പടുതുയർത്തപ്പെട്ടിരിക്കുന്നത്.
സ്നേഹമുള്ളവരെ, ദൈവം എന്നിൽ നിന്നും നിന്നിൽ നിന്നും ആഗ്രഹിക്കുന്നത് പ്രേക്ഷിത ദൗത്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ആ പാത പിന്തുടരുവാൻ നമുക്കും പരിശ്രമിക്കാം. അസ്സിസിയിൽ പുത്തൻ ആത്മീയത കൊണ്ടുവരുവാനും സഭയെ പടുത്തുയർത്തുവാനും ഫ്രാൻസിസ് ശ്രമിച്ചതുപോലെ അനേകരുടെ ആശ്രയ ജീവിതമായി മാറിയ വിശുദ്ധ മദർ തെരേസയെ പോലെ ഇൻഡോറിൽ കത്തിക്കിരയായി തീർന്ന സിസ്റ്റർ റാണി മരിയായി നീതിരഹിതമായ ഈ കാലഘട്ടത്തിൽ പാവങ്ങൾക്കായി ജീവൻ ഹോമിച്ച ഫാദർ സ്റ്റാൻ സ്വാമിയുമെല്ലാം നമ്മുടെ ജീവിതത്തിന് മുൻപേ നടന്നു നീങ്ങിയ ജീവിത മാതൃകകളാണ്. ആയിരിക്കുന്ന അവസ്ഥയിൽ നന്മ ചെയ്യാൻ ലഭിക്കുന്ന അവസരങ്ങൾ ഓരോന്നും ജീവിതത്തിലെ പ്രേക്ഷിത ദൗത്യങ്ങളായി കരുതി മുന്നോട്ട് നടന്നു നീങ്ങുവാൻ നമുക്ക് പരിശ്രമിക്കാം. ക്രിസ്തുവിനെ സ്വന്തം ജീവിതത്തിലൂടെ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുവാൻ നമുക്കും സാധിക്കാം. ഉയർപ്പിന്റെ സന്തോഷത്തിലൂടെ കടന്നു പോകുന്ന നമുക്കും എന്റെയും നിന്റെയും പ്രേക്ഷിത ദൗത്യം എന്താണെന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തെ നോക്കി ഒന്ന് വിലയിരുത്താം. കരുതലിന്റെ ഒരു പുതിയ ലോകം കണ്ടുമുട്ടുന്നവരുടെ മേൽ ക്രിസ്തുവിന് സമാധാനം ആശംസിക്കുന്നവരുടെ ജീവിതങ്ങളായി മാറുവാൻ സുവിശേഷം പ്രസംഗിക്കുവാനുള്ള വലിയ ഒരു ദൗത്യം ദൈവം ഈ കാലഘട്ടത്തിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യം നമ്മളെ വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധമായ ജീവിതം ഈ ഭൂമിയിൽ നമ്മൾ നയിക്കുമ്പോൾ ഈശോ നമ്മളെ ഏൽപ്പിച്ച വലിയ പ്രേക്ഷിത ദൗത്യം സമാധാനത്തോടുകൂടി ഏറ്റെടുക്കുവാനും അവയെ അതിൻ്റെ പൂർണ്ണതയിൽ കണ്ടെത്തുവാനും വലിയ പരിശ്രമം ദൈവം നമ്മുടെ ജീവിതത്തിലൂടെ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.